ഹായ് ഓൾ, എല്ലാവർക്കും കരിയർ മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുന്നത് SSC NDPC ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് സയൻസ് പോർഷൻസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ സയൻസ് പോർഷൻ എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത് ടാക്സോണമി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് എന്ന് പറയുന്ന പോർഷനാണ്. നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ നേരെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പം എന്താണ് ടാക്സോണമി എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കണം. എന്താണ് ടാക്സോണമി? അപ്പം ടാക്സോണമി എന്ന് പറയുന്നത് സയൻസിൻ്റെ ഒരു ശൃംഖലയാണ്. എന്താണ് ഈ ടാക്സോണമിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് കോടാനുകോടി ഓർഗാനിസംസ് ഉണ്ട്. ദർ ആർ മില്യൺസ് ഓഫ് ഓർഗാനിസം. അപ്പോൾ ഓരോ ഓർഗാനിസത്തെയും എടുത്ത് പഠിക്കുക സാധ്യമായ കാര്യമല്ല. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ ഫീച്ചേഴ്സ് ഉള്ള കുറേ ഓർഗാനിസത്തെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. ഈ ഒരു ഗ്രൂപ്പിലുള്ള ഒരു ഓർഗാനിസത്തെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഗാനിസത്തെ എന്ത് ചെയ്യുന്നു, ഓരോ ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഈ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സയൻസിൻ്റെ ശൃംഖലേനെയാണ് എന്ത് പറയുക, ടാക്സോണമി എന്ന് പറയുക. ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ക്ലാസിഫൈങ് ഓർഗാനിസംസ്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് ടാക്സോണമി നടത്തപ്പെടുക? നമുക്കറിയാം, പല ടാക്സോണമിക്കൽ ഹയറാർക്കീസ് ഉണ്ട്, ടാക്സോണമിക്കൽ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഈ ടാക്സോണമിയുടെ അടിത്തറ അല്ലെങ്കിൽ ബേസ് തന്ന സയൻറ്റിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് ടാക്സോണമിനെ പറ്റി പ്രതിപാദിക്കുന്നതും ടാക്സോണമിയുടെ ഒരു ബേസ് തരുന്നതും കാൾ ലിനസ് ആണ്. കാൾ ലിനസ് എന്നുള്ള സയൻറ്റിസ്റ്റാണ് ബേസ് ഓഫ് ടാക്സോണമി അല്ലെങ്കിൽ ടാക്സോണമിയുടെ അടിത്തറ പാകുന്നത് കാൾ ലിനസ് ആണ്. അദ്ദേഹം ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഫാദർ ഓഫ് ടാക്സോണമി എന്ന് കാൾ ലിനസ് അറിയപ്പെടുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അദ്ദേഹം ഒരു ബുക്ക് എഴുതി. ബുക്കിൻ്റെ പേര് സിസ്റ്റമാ നാച്ചുറേ എന്ന് പറയുന്നൊരു ബുക്ക് എഴുതി. ഈ ബുക്കിൽ അദ്ദേഹം ചെയ്തത് ലിവിങ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളെയും രണ്ട് കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തു. എക്സാക്റ്റ് ടേം അദ്ദേഹം യൂസ് ചെയ്ത കിങ്ഡം അല്ല, പക്ഷേ രണ്ട് ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. പിന്നെ മിനറൽസ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ സിസ്റ്റമാ നാച്ചുറയിൽ അദ്ദേഹം ചെയ്യുന്നത് ലിവിങ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളെയും രണ്ട് ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് അനിമലിയ, പിന്നെ അനിമലിയ പ്ലാന്റ് എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പുകളായിട്ട് എല്ലാ ലിവിങ് വസ്തുക്കളെയും ക്ലാസിഫൈ ചെയ്യും. ഇതാണ് ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ സിസ്റ്റമാ നാച്ചുറ എന്ന ബുക്ക് എഴുതുകയും ഈ ക്ലാസിഫിക്കേഷൻ്റെ ബേസ് തരികയും ചെയ്തു എന്നുള്ള രീതിയിലാണ് കാൾ ലിനസ് എന്തായിട്ട് അറിയപ്പെടുക, ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുക. ഇപ്പോൾ ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്ത ആൾ ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്, കാൾ ലിനസ് ആണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ നമ്മൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുള്ള ടൈമാണ്. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? ഓർഗാനിസം ഗ്ലോബലി അല്ലെങ്കിൽ യൂണിവേഴ്സലി ഒറ്റ പേരിൽ അറിയപ്പെടാൻ വേണ്ടി സയൻറ്റിഫിക് നെയിം കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയാം. സയൻറ്റിഫിക് നെയിമിംഗ് ഓഫ് ഓർഗാനിസം എന്തിനു വേണ്ടിയിട്ടാണ്? യൂണിവേഴ്സലി അല്ലെങ്കിൽ ഗ്ലോബലി ഒരു ഓർഗാനിസം സിംഗിൾ പേരിൽ അറിയപ്പെടുക, ഒറ്റ പേരിൽ അറിയപ്പെടാൻ വേണ്ടി സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിമിംഗ് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയാം. ഇപ്പോൾ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്ത ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്, കാൾ ലിനസ് തന്നെയാണ്. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ കാൾ ലിനസ്. ഈ രണ്ട് പോയിന്റുകൾ ഓർത്ത് വെക്കുക. ബൈനോമിയൽ നോമൻക്ലേച്ചറിന് എക്സാമ്പിൾ നമുക്കറിയാം, ഹോമോസാപ്പിയൻ, ഹ്യൂമൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഹോമോസാപ്പിയൻ. ഹോമോ എന്നുള്ള ജീനസും പിന്നെ സാപ്പിയൻ എന്നുള്ള എന്താണ്, സ്പീഷീസുമാണ്. അതേപോലെ മാഗിഫെറ ഇൻഡിക്ക എന്നുള്ള മാംഗോയുടെ സയൻറ്റിഫിക് നെയിമാണ്. സയൻറ്റിഫിക് നെയിം ഓഫ് മാംഗോ ആണ് മാഗിഫെറ ഇൻഡിക്ക. ഇതേപോലെ ഓരോ ഓർഗാനിസത്തിനും സയൻറ്റിഫിക് നെയിം കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയും. അപ്പോൾ രണ്ട് പോയിന്റ്, ഒന്ന് ടാക്സോണമി പ്രപ്പോസ് ചെയ്യുന്ന ആളും അതേപോലെ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്യുന്ന ആളും ഒന്ന് തന്നെയാണ്. ആരാണ്? കാൾ ലിനസ്. അപ്പം ഇതാണ് ടാക്സോണമിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസത്തിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് പോയിന്റുകൾ എന്ന് പറയാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഓൾറെഡി പറഞ്ഞു, ടാക്സോണമിക്ക് പല ഹയറാർക്കീസ് ഉണ്ട്, പല ലെവലുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ടാക്സോണമിക്കൽ ഹയറാർക്കീസ് എന്ന് മനസ്സിലാക്കി വെക്കണം. ടാക്സോണമിക്കൽ ഹയറാർക്കീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കിങ്ഡമാണ്. ടോപ്പ് മോസ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ കിങ്ഡമാണ്. പിന്നീട് എന്ത് വരും? ഫൈലം വരും. പിന്നെ ഫൈലം കഴിഞ്ഞ് ക്ലാസ് വരും. ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇങ്ങനെയാണ് ടാക്സോണമിക്കൽ ഹയറാർക്കീസ് വരിക. അപ്പോൾ ടോപ്പ് മോസ്റ്റ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് ടാക്സോണമിക്കൽ ഹയറാർക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കിങ്ഡമാണ്. ലോവർ മോസ്റ്റ് ടാക്സോണമിക്കൽ ഹയറാർക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്പീഷീസ് ആണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ പ്രസക്തി വരിക. ബൈനോമിയൽ നോമൻക്ലേച്ചർ സയൻറ്റിഫിക് നെയിമിംഗ് യൂസ് ചെയ്യുന്ന പൊതുവെ ജീനസും സ്പീഷീസും ആയിരിക്കും. ഒരു ഓർഗാനിസത്തിൻ്റെ ജീനസും സ്പീഷീസും ആണ് പൊതുവെ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ യൂസ് ചെയ്യുക. അതിൽ ജീനസ് ആണ് ഫസ്റ്റ് വേർഡ് വരിക. ജീനസ് ആണെങ്കിൽ എന്താണ്?
ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്പീഷീസ് ആണെങ്കിലോ സ്പീഷീസ് സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ബൈനോമിയൽ നോമെൻക്ലേച്ചർ വർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ടാക്സോണമിക്കൽ ഹൈറാർക്കീസ്: കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പോൾ ഇത്രയും പോയിന്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു 2 കിങ്ഡം ആയിട്ടാണ് ഓർഗാനിസത്തെ ആര് ക്ലാസിഫൈ ചെയ്യുന്നത്? കാൾ ലിനസ് ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷേ ഈ 2 കിങ്ഡത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ ലോകത്തുള്ള എല്ലാ ഓർഗാനിസം? അല്ല. മൈന്യൂട്ട് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്, ബാക്കി എന്താ പറയുക മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അങ്ങനെ പല പല ക്ലാസിഫിക്കേഷൻ കൂടുതൽ ആവശ്യമായിട്ട് വരുമ്പോഴാണ് എന്തിൻ്റെ പ്രസക്തി വരിക? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ പ്രസക്തി വരിക. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം പഠിക്കുമ്പോൾ കാൾ ലിനസിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ SSC പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ NTPC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുക RH വിറ്റാക്കർ 1969 നടത്തിയ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡൺ ബൈ RH വിറ്റാക്കർ 1969. നമ്മൾ പറഞ്ഞു ഓൾറെഡി 2 കിങ്ഡം പറഞ്ഞു, ആനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്. ഇനി ഈ 2 കിങ്ഡത്തിലും പെടാത്ത കുറച്ച് ഓർഗാനിസംസ് ഉണ്ട്. അവരെ കൂടെ ഉൾപ്പെടുത്തുന്ന കുറച്ച് കിങ്ഡംസ് കൂടെ ആര് പ്രപ്പോസ് ചെയ്യുന്നു? RH വിറ്റാക്കർ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ആ കിങ്ഡംസ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് മനസ്സിലാക്കി വെക്കണം. അതിനു മുമ്പ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓർഗാനിസത്തെ ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. RH വിറ്റാക്കർ ഈ പറഞ്ഞ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് ഫാക്റ്റുകളുണ്ട്. ഒന്ന് മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്നുള്ള സാധനം നമ്മൾ ഓൾറെഡി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കാം. ഏതൊക്കെയായിരുന്നു? ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്, ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത്, തന്നെ ഇൻഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നതിനാണ് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുക. ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഓർഗാനിസത്തെ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഡിപ്പെൻഡ് ചെയ്യുന്നതിനാണ് ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുക. അപ്പോൾ ഈ 2 മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. അതിൽ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ്റെ 3 തലങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹോളോസോയിക് ന്യൂട്രീഷൻ ഉണ്ട്, സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ ഉണ്ട്, പിന്നെ പാരസൈറ്റിക് ന്യൂട്രീഷൻ ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ. അപ്പോൾ ബേസിക്കലി മോഡ് ഓഫ് ന്യൂട്രീഷനെ 2ആയിട്ട് തിരിക്കുക. ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്, ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. അപ്പം ഈ പറഞ്ഞ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് ഏതൊക്കെ ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഒന്ന് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്നുള്ള ഫാക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയിരുന്നു, പിന്നെ സെല്ലിൻ്റെ സ്ട്രക്ചർ എന്നുള്ള ഫാക്ടർ കൺസിഡർ ചെയ്തിരുന്നു, അതേപോലെ റീപ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിസം കൺസിഡർ ചെയ്യുന്നു. ഈ 3 സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫൈലോജനറ്റിക് റിലേഷൻ, അതേപോലെ താലസ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് ആവശ്യം മോഡ് ഓഫ് ന്യൂട്രീഷൻ പഠിച്ചു വെക്കണം, സെൽ സ്ട്രക്ചർ പഠിച്ചു വെക്കണം, അതേപോലെ റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഓർഗാനിസം പഠിച്ചു വെക്കണം. അപ്പോൾ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി 2 കിങ്ഡം അനിമലിയെയും പ്ലാന്റെയും നമ്മൾ പറഞ്ഞു. എവിടെ ആര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? കാൾ ലിനസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ 3 കിങ്ഡം കൂടി ഇവിടെ വരികയാണ്. എവിടെയാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ RH വിറ്റാക്കർ. കിങ്ഡംസ് ഏതൊക്കെയാണ്? മൊണേറയുണ്ട്, പ്രൊട്ടിസ്റ്റയുണ്ട്, ഫംഗയുണ്ട്. കിങ്ഡം മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്ത് വെക്കുക. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്ന ആളുടെ പേര് ഓർത്ത് വെക്കുക, RH വിറ്റാക്കർ ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം RH വിറ്റാക്കർ പ്രപ്പോസ് ചെയ്ത ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. വർഷം 1969. ഇനി ഓരോ കിങ്ഡംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് കിങ്ഡം ആയിട്ട് പറയുക കിങ്ഡം മൊണേറയാണ്. കിങ്ഡം മൊണേറ, ഫസ്റ്റ് കിങ്ഡം മൊണേറ. അപ്പോൾ എന്താണ് കിങ്ഡം മൊണേറയിലുള്ള ഓർഗാനിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത? നമുക്ക് നോക്കാം. സെൽവാളുള്ള ഒരു സെൽവാളുള്ള ഓർഗാനിസംസ് ആണ് ഇവിടെ വരിക കിങ്ഡം മൊണേറയിൽ. അതിനേക്കാട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എല്ലാ പ്രൊക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസും വരുന്ന കിങ്ഡം. ഓൾ പ്രൊക്യാരിയോട്ടിക് ഓർഗാനിസംസ് കം അണ്ടർ വിച്ച് കിങ്ഡം എന്ന് ചോദ്യം വന്നു കഴിഞ്ഞതാണ് കിങ്ഡം മൊണേറ. എന്താണ് പ്രൊക്യാരിയോട്ടിക് ഓർഗാനിസം, എന്താണ് യൂക്യാരിയോട്ടിക് ഓർഗാനിസം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. അല്ലെങ്കിൽ എന്താണ് പ്രൊക്യാരിയോട്ടിക് സെല്ലുകൾ, അതേപോലെ യുക്യാരിയോട്ടിക് സെല്ലുകൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം. പ്രൊക്യാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്തവരെയാണ് എന്ത് പറയുക? പ്രൊക്യാരിയോട്ടിക് എന്ന് പറയാം. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റും ന്യൂക്ലിയർ മെമ്മറൈൻ ഇല്ല. അത്തരത്തിലുള്ള ഓർഗാനിസത്തെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെല്ലുകളെയാണ്, കോശത്തിനെയാണ് എന്ത് പറയുക? പ്രൊക്യാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറയാം. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് വരും? സറൗണ്ടിങ് ആയിട്ട് ന്യൂക്ലിയർ മെമ്പറൈൻ വരും. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ളവരെ യൂക്യാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറയും. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്തവരെ എന്ത് പറയും? പ്രൊക്യാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറയും. അപ്പോൾ ഈ പ്രൊക്യാരിയോട്ടിക് ഓർഗാനിസംസ് എല്ലാം തന്നെ വരുന്ന കിങ്ഡം ചോദിച്ചു കഴിഞ്ഞതാണ് കിങ്ഡം മൊണേറയാണ്. ഓൾ പ്രൊക്യാരിയോട്ടിക് ഓർഗാനിസംസ് കംസ് അണ്ടർ കിങ്ഡം മൊണേറ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് സ്വാഭാവികമായിട്ടും അറിയാം, പ്രൊക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ് ഇവിടെ വരിക എന്ന് പറഞ്ഞു. അതേപോലെ സിംഗിൾ സെൽഡ് അല്ലെങ്കിൽ യൂണിസെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും ഇവിടെ വരിക. യൂണിസെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് കിങ്ഡം മൊണേറയിൽ വരിക. രണ്ടാമത്തെ പോയിന്റ്. പിന്നെ
പൊതുവെ ബാക്ടീരിയകളെല്ലാം വരുന്നത്. ബാക്ടീരിയയുടെ ഏത് ടൈപ്പ് ആണെങ്കിലും ബാക്ടീരിയാസ് ഒക്കെ വരുന്ന കിങ്ഡം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കിങ്ഡം മൊണേറ ആണ്. ഓൾ ബാക്ടീരിയാസ് കം അണ്ടർ ദിസ് കിങ്ഡം. ഫസ്റ്റ് കിങ്ഡം കിങ്ഡം മൊണേറ, അതിന് കീഴിലാണ് എല്ലാ ബാക്ടീരിയ വരുന്നത്. ബാക്ടീരിയനെ അതിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിലൊക്കെ പിന്നീട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബാസിലസ്, കോക്കൈ, സ്പൈറലം, അതേപോലെ വിബ്രിയോ കോളറ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോളറ കോസ് ചെയ്യുന്ന ബാക്ടീരിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ബാക്ടീരിയനെ അതിൻ്റെ ഷേപ്പിൻ്റെയും സൈസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പിന്നീട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? കിങ്ഡം മൊണേറയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് പറഞ്ഞു, ബാക്ടീരിയാസ് ആണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്ടീരിയാസ് ആണ് വരുന്നതെങ്കിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ സയാനോ ബാക്ടീരിയ അല്ലെങ്കിൽ സിയാനോഫൈസെ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ എക്സാമ്പിൾ. സിയാനോഫൈസെ ചോദിക്കുന്ന വേറൊരു രീതിയിലാണ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടുന്ന ഓർഗാനിസം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിയാനോഫൈസെ ആണ് അല്ലെങ്കിൽ സിയാനോ ബാക്ടീരിയ. അപ്പം കിങ്ഡം മൊണേറയിൽ വരുന്ന ഓർഗാനിസത്തിന്റെ കേസിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ എക്സാമ്പിൾ സിയാനോ ബാക്ടീരിയ, വിച്ച് ഈസ് ഓൾസോ കോൾഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടുന്ന ഓർഗാനിസമാണ് സിയാനോ ബാക്ടീരിയ. രണ്ടാമത്തെ യു ബാക്ടീരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. പിന്നെ ആർക്കെ ബാക്ടീരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ലാസ്റ്റത്തെ ഏതാണ്? ഫിലമെന്റസ് ബാക്ടീരിയ. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം. സിയാനോ ബാക്ടീരിയ, യു ബാക്ടീരിയ, ആർക്കെ ബാക്ടീരിയ, ഫിലമെന്റസ് ബാക്ടീരിയ. ഫിലമെന്റസ് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഗട്ടിൽ കാണുന്ന ചില ഓർഗാനിസത്തിന്റെ ഗട്ട് മൈക്രോ ബാക്ടീരിയ ആയിട്ട് കാണുന്നത്. ഗട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ ആണ് ഫിലമെന്റസ് ബാക്ടീരിയ. പൊതുവെ റോഡൻസ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ എന്നറിയില്ല, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സ്ക്വിരൽ അല്ലെങ്കിൽ റാറ്റ്, ആ ഒരു കാറ്റഗറി ഓഫ് ഓർഗാനിസം വരുന്ന ഫാമിലിയാണ് റോഡൻസ് എന്ന് പറയാം. ഈ റോഡൻസിന്റെ ഗട്ട് ബാക്ടീരിയ ആയിട്ട് കാണപ്പെടുന്ന ബാക്ടീരിയയാണ് പൊതുവെ എന്തെന്ന് പറയാം? ഫിലമെന്റസ് ബാക്ടീരിയ എന്ന് പറയാം. അപ്പോൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. കിങ്ഡം മൊണേറയിൽ വരുന്ന എല്ലാ ഓർഗാനിസം ഏത് കാറ്റഗറിയാണ്? പൊതുവെ ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഓർഗാനിസംസ് ആണ്. ഫസ്റ്റ് കിങ്ഡം ഓർത്ത് വെക്കുക, ഓൾ ബാക്ടീരിയ കംസ് അണ്ടർ ദിസ് കിങ്ഡം. എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക, സിയാനോ ബാക്ടീരിയ, ആർക്കെ ബാക്ടീരിയ, യു ബാക്ടീരിയ, ഫിലമെന്റസ് ബാക്ടീരിയ. നെക്സ്റ്റ് കിങ്ഡം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം പ്രൊട്ടിസ്റ്റ. എന്താണ് കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊക്യാരിയോട്ടിക് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസം ഇവിടെ വന്നു കഴിഞ്ഞു. പ്രൊക്യാരിയോട്ടിക് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസം ഓൾറെഡി ഒന്നാമത്തെ കിങ്ഡം ആയിട്ടുള്ള മൊണേറയിൽ വന്നു കഴിഞ്ഞു. രണ്ടാമത്തെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഓർഗാനിസംസ് എന്തായിരിക്കും? യുക്യാരിയോട്ടിക് ആണ്. യുക്യാരിയോട്ടിക് എന്താണെന്ന് ഡെഫിനിഷൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിരുന്നു. എന്താണ് യുക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം എന്ന് പറയുക? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയസിന് ചുറ്റും ന്യൂക്ലിയർ മെമ്മറൈനുള്ള അത്തരത്തിലുള്ള ഒരു ന്യൂക്ലിയസ്, വെൽ ഡിഫൈൻഡ് ആയിട്ട് ബാക്കിയുള്ള സെൽ ഓർഗാനിസം തരംതിരിച്ചിരിക്കുന്ന ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തെയാണ് എന്ത് പറയുക? യുക്യാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറയാം. അപ്പോൾ യുക്യാരിയോട്ടിക് ഓർഗാനിസം ആണ് എവിടെ വരിക? കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരിക. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഇവർ ലോക്കോമോഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതായത് കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഓർഗാനിസം ലോക്കോമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതൊക്കെയാണെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. Organisms uses structures like cilia, flagella എന്തിനു വേണ്ടിയിട്ടാണ്? ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള ഒരു ഓർഗാനിസത്തിന്റെ മൂവ്മെന്റ്. നമ്മൾ ലെഗ്സ് യൂസ് ചെയ്താണ് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. അതേപോലെ സിലിയ ഫ്ലജല്ല യൂസ് ചെയ്തിട്ടാണ് ആര് മൂവ് ചെയ്യുക? കിങ്ഡം പ്രൊട്ടിസ്റ്റയിലുള്ള ഓർഗാനിസംസ് മൂവ് ചെയ്യുക. പോയിന്റ് ഓർത്ത് വെക്കുക. ഇതേപോലെ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, നേരത്തെ കിങ്ഡം മൊണേറ പറഞ്ഞു. കിങ്ഡം മൊണേറയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് എല്ലാം തന്നെ ബാക്ടീരിയാസ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബാക്ടീരിയാസ് ലോക്കോമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഫ്ലജല്ല തന്നെയാണ്. അത് കൂടെ ഓർത്ത് വെക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ്, കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് അമീബയുണ്ട്, യുഗ്ലീനയുണ്ട്, ഡയാറ്റംസ്, പ്രൊട്ടോസോവൻസ്, സിലിയോഫോറൻസ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് പറയാം. അപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഈ പറഞ്ഞ കിങ്ഡത്തിലുള്ളവർ ലോക്കോമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ട്രക്ചർ സിലിയ ഫ്ലജല്ല എന്ന് പറഞ്ഞു. അതേപോലെ അമീബ ലോക്കോമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സ്ട്രക്ചർ സ്യൂഡോപോഡിയാണ്. സ്യൂഡോപോഡ്സ് ആണ് അമീബ ലോക്കോമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ. അതുപോലെ യുഗ്ലീന ലോക്കോമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ അല്ല. യുഗ്ലീന അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇമ്പോർട്ടൻ്റ് ആണ്. യുഗ്ലീൻ ഈസ് കോൾഡ് പ്ലാന്റ് ആനിമൽ. എന്തുകൊണ്ടാണ് യുഗ്ലീന പ്ലാന്റ് ആനിമൽ എന്നറിയപ്പെടുക എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? 2 മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉള്ള ഒരു ഓർഗാനിസമാണ് യുഗ്ലീന. ഹാവ് 2 മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ.
ഏതൊക്കെയാണ് ആ മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ എന്നുള്ളത് പറയാം. ഓൾറെഡി നമ്മൾ മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ പറഞ്ഞു. ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്, ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. അതിൽ പ്ലാന്റ്സ് ഫോളോ ചെയ്യുന്ന എന്താണ്? ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ആനിമൽസ് ഫോളോ ചെയ്യുന്ന എന്താണ്? ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ഈ രണ്ട് മോഡ് ഓഫ് ന്യൂട്രീഷനുമുള്ള ഒരു ഓർഗാനിസം ആണ് ആരെന്ന് പറയുക? യുഗ്ലീന എന്ന് പറയാം. ഈ രണ്ട് മോഡ് ഓഫ് ന്യൂട്രീഷനുമുള്ള ഒരു ഓർഗാനിസം ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതെന്തായിട്ട് അറിയപ്പെടുക? ഈ ഒരു ഓർഗാനിസം പ്ലാന്റ് ആനിമൽ എന്നറിയപ്പെടുക. Therefore, the organism Euglene is called plant animals. പിന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡയാറ്റംസ് ആണ്. ഡയാറ്റംസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾഗെ, കുറേ ആൾഗേനെ കംപ്രൈസ് ചെയ്യുന്ന അവരുടെ ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് പറയുക? ഡയാറ്റംസ് എന്ന് പറയുക. ആൾഗെ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് പ്രോട്ടോസോവൻസ്. പറഞ്ഞവയൊക്കെ തന്നെ പ്രോട്ടോസോവൻ എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഫൈലം പ്രോട്ടോസോവ വരുന്ന കിങ്ഡം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ്. ഫൈലം പ്രോട്ടോസോവ വരുന്ന കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ്. അതേപോലെ സിലിയോഫോറൻസ്. ഓർത്ത് വെക്കുക, ലോക്കോമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ സിലിയ അല്ലെങ്കിൽ ഫ്ലജല്ല. അമീബയുടെ കേസിൽ ഏതാണ്? സ്യൂഡോപോഡ്സ്. ഇത്രയും പോയിന്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെയാണെങ്കിൽ മൂന്നാമത്തെ കിങ്ഡത്തിലേക്ക് പോവാം. മൂന്നാമത്തെ കിങ്ഡമായിട്ട് പറയുക ഏതായിരിക്കും? കിങ്ഡം ഫംഗൈ. എന്താണ് കിങ്ഡം ഫംഗൈയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഫംഗൈ ജനറലി അപ്പിയർ ചെയ്യുക ഫിലമെന്റസ് ആയിട്ടാണ്. ഫിലമെന്റസ് എന്ന് പറഞ്ഞാൽ ഫിലമെന്റുകളുടെ രൂപത്തിലാണ് ഫംഗൈ അപ്പിയർ ചെയ്യപ്പെടുക. അതിൻ്റെ ഒരു എക്സെപ്ഷൻ കേസ് പറയുന്നത് എന്താണ്? ഈസ്റ്റ് ഒരു എക്സെപ്ഷൻ കേസാണ്. ഓൾ ഫംഗൈ ആർ ഫിലമെന്റസ് എക്സെപ്റ്റ് ഈസ്റ്റ് എന്താണ്? സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. സിംഗിൾ സെൽഡ് ആയിട്ട് കിങ്ഡം ഫംഗൈയിൽ വരുന്ന ഒരു ഓർഗാനിസമാണ് ഈസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നോൺ ഗ്രീൻ പ്ലാന്റ്സ് നമ്മൾ ഫംഗൈനെ വിശേഷിപ്പിക്കാറുണ്ട്. അതേപോലെ ന്യൂട്രീഷൻ, ഫംഗൈയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഫംഗൈ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ഫുഡ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മോഡ് ഓഫ് ന്യൂട്രീഷനാണ് എന്ത് പറയുക? സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുക. ഓർഗാനിസംസ് ഫൈൻഡ് ദെയർ ഫുഡ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്നാണ് ഫുഡ് കണ്ടെത്തുക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർ വളരുന്നത് എവിടെ നിന്ന് തന്നെയായിരിക്കും? അവർ വളരുന്നതും ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ തന്നെയായിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിൾസ് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ഈസ്റ്റ് ഉണ്ട്, പെൻസിലിയം ഉണ്ട്, അഗാരിക്കസ് ഉണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് നമുക്കറിയാവുന്ന മഷ്റൂം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ തന്നെയാണ്? മഷ്റൂം ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? കിങ്ഡം ഫംഗൈയിൽ വരുന്ന ഒരു ഓർഗാനിസമാണ്. അപ്പോൾ ഈസ്റ്റ്, പെൻസിലിയം, അഗാരിക്കസ്, അതേപോലെ മഷ്റൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഓർത്ത് വെക്കുക, കിങ്ഡം ഫംഗൈയിൽ വരുന്ന ഓർഗാനിസമാണ്. ഇനി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് സെൽവാൾ ഓഫ് ഫംഗൈ ഈസ് കമ്പോസ്ഡ് ഓഫ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഫംഗൈയുടെ സെൽവാൾ ഉണ്ടാക്കപ്പെടുക? ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ കിങ്ഡം മൊണേറ പറഞ്ഞിരുന്നു. കിങ്ഡം മൊണേറയിൽ വരുന്ന ഓർഗാനിസം ആണ് ഏത്? ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയയുടെ സെൽവാൾ എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ള പോയിന്റ് അവിടെ പറഞ്ഞിരുന്നില്ല. ബാക്ടീരിയയുടെ സെൽവാൾ ഈസ് മെയ്ഡ് ഓഫ് പെപ്റ്റിഡോഗ്ലിക്കാൻ. സെൽവാൾ ഓഫ് ബാക്ടീരിയ ഈസ് മെയ്ഡ് ഓഫ് പെപ്റ്റിഡോഗ്ലിക്കാൻ. അതേപോലെ സെൽവാൾ ഓഫ് ഫംഗൈ ഈസ് മെയ്ഡ് ഓഫ് കൈറ്റിൻ. അതേപോലെ സെൽവാൾ ഓഫ് പ്ലാന്റ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സെല്ലുലോസ്. അപ്പോൾ 3 പോയിന്റുകൾ. ഒന്ന്, കൈറ്റിൻ ആരുടെ സെൽവാൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സെൽവാൾ ഓഫ് ഫംഗൈ. അതേപോലെ സെല്ലുലോസ് പ്ലാന്റ്സിന്റെ സെൽവാൾ ഉണ്ടാകാൻ വേണ്ടി യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതേപോലെ പെപ്റ്റിഡോഗ്ലിക്കാൻ ഇറ്റ് ഈസ് സീൻ ഇൻ സെൽവാൾ ഓഫ് ബാക്ടീരിയ. ഇത് 3 എന്താണ്? പെപ്റ്റിഡോഗ്ലിക്കാൻ അല്ലെങ്കിൽ സെല്ലുലോസ് അല്ലെങ്കിൽ കൈറ്റിൻ 3 ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. വേൾഡിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലുലോസ് ആണ്. സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൈറ്റിൻ ആണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഫംഗൈയുടെ കേസിൽ ഓർത്ത് വെക്കുക. ന്യൂട്രീഷൻ എന്താണ്? സിംഗിൾ സെൽഡ് ആണോ? ആണ്. സിംഗിൾ സെൽഡ് ആയിട്ട് പറയുന്ന ഫംഗൈ ഏതാണ്? ഈസ്റ്റ് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം തന്നെ ഫിലമെന്റസ് ആയിട്ടാണ് കാണപ്പെടുക എന്ന് പറഞ്ഞു. ന്യൂട്രീഷൻ സാപ്രോഫൈറ്റിക് ആണ്. എവിടെയാണ് ഇവർ വളരുക? അതേപോലെ ലാസ്റ്റ് പറഞ്ഞത് സെൽവാൾ എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്നു? സെൽവാൾ ഈസ് കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് കിങ്ഡം ആയിട്ട് പറയുക ഏതായിരിക്കും? 4th കിങ്ഡം ആയിട്ട് പറയുക കിങ്ഡം പ്ലാന്റ്. നാലാമത്തെ കിങ്ഡം പ്ലാന്റ്. അപ്പം ലാസ്റ്റ് 2 കിങ്ഡമിലേക്ക് വരുമ്പം പ്രത്യേകിച്ച് എക്സാമ്പിൾസ് ഒന്നും അങ്ങനെ പറയാനില്ല. കാരണം ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട 2 ടോപ്പിക്കുകളാണ് കിങ്ഡം പ്ലാന്റിങ്, കിങ്ഡം ആനിമലി. ഓരോ എക്സാമ്പിൾസ് പറയേണ്ട കാര്യമില്ല. പക്ഷേ എന്തൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്ന് അറിഞ്ഞു വെക്കുക. സെൽവാൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. സെൽവാൾ എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കപ്പെടുക? സെൽവാൾ ഓഫ് പ്ലാന്റ്സ് ആർ മെയ്ഡ് ഓഫ് സെല്ലുലോസ് കൊണ്ടാണ് സെൽവാൾ ഉണ്ടാക്കപ്പെടുക. അതുപോലെ കിങ്ഡം പ്ലാന്റേ ഉള്ള ഓർഗാനിസംസ് പൊതുവെ എന്താണ്? യുക്കാരിയോട്സ് ആണ്. എന്താണ് യുക്കാരിയോട്സ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു.
വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെമ്മറൈനാൽ ചുറ്റപ്പെട്ട ന്യൂക്ലിയസ് ഉള്ളവരെയാണ് എന്ത് പറയുക, യുക്കാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറയുക. പൊതുവെ യുക്കാരിയോട്സ് ആണ് കിങ്ഡം പ്ലാന്റയിൽ വരിക. പിന്നെ എന്താണ് പറയുക, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സെൽ ഓർഗണിൽ എവിടെ കാണപ്പെടുന്നു, ഈ പറഞ്ഞ കിങ്ഡം പ്ലാന്റയുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. എന്താണ് ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രത്യേകത? ദേ കണ്ടെയ്ൻ ക്ലോറോഫിൽ. ക്ലോറോഫിൽ കണ്ടെയ്ൻ ചെയ്യുന്ന സെൽ ഓർഗണൽ ചോദിച്ചു കഴിഞ്ഞതാണ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കിങ്ഡം ആണ് എന്ത്, കിങ്ഡം പ്ലാന്റ്. എല്ലാ പ്ലാന്റുകളും വരുന്ന കിങ്ഡം ആണ്. അതേപോലെ എന്തുകൊണ്ടാണ് ഇവരുടെ സെൽ വാൾ ഉണ്ടാക്കപ്പെടുക? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സെല്ലുലോസ്. വരുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ യുക്കാരിയോട്ടിക് ആണ്. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ഓർഗണൽ ഉണ്ടാവും, അതിലാണ് എന്ത് വരിക, ക്ലോറോഫില്ല് വരിക. ഈ ക്ലോറോഫില്ലിന്റെ പ്രത്യേകത എന്തുവാ? പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ്. നേരത്തെ ഫംഗൈ പഠിച്ചപ്പോൾ നമ്മൾ പറയും നോൺ ഗ്രീൻ പ്ലാന്റ്സ് എന്നാണ് അവരെ വിശേഷിപ്പിക്കാൻ പറഞ്ഞു. ഇവിടെ ക്ലോറോഫില്ലിന്റെ പ്രത്യേകത എന്താണ്? ഗ്രീൻ കളർ ടു പ്ലാന്റ്സ്. ദേ ഗീവ് ഗ്രീൻ കളർ ടു പ്ലാന്റ്സ്. ഇത്രയും പോയിന്റുകൾ ഓർത്ത് വെക്കുക. ഈ ലാസ്റ്റ് കിങ്ഡം ആയിട്ട് പറയുന്നതായിരിക്കും കിങ്ഡം അനിമലിയ. എന്താണ് കിങ്ഡം അനിമലിയുടെ ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്? ഈ രണ്ട് കിങ്ഡത്തിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒന്നും എടുക്കാത്തതിന് കാരണം ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള 1-2 ഫീച്ചേഴ്സ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. കിങ്ഡം അനിമലിയയിൽ വരിക മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള ഓർഗാനിസം ആണ്. പ്ലാന്റ്സിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്, ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള ഓർഗാനിസംസ് ആണ് വരിക. ജനറലി വരുന്ന ഓർഗാനിസംസ് എന്താണ്? യുക്കാരിയോട്സ് ആണ്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ളവരാണ് ഇവിടെ വരിക, കിങ്ഡം അനിമലിയയിൽ വരിക. മോസ്റ്റ്ലി ഇവരെന്താണ് ഫോളോ ചെയ്യുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെട്രോട്രോഫിക് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, മറ്റൊരു ഓർഗാനിസത്തിനെ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ഡിപ്പെൻഡ് ചെയ്യുന്ന മോഡ് ഓഫ് ന്യൂട്രീഷനാണ് ആര് ഫോളോ ചെയ്യുക? ഹെട്രോട്രോപ്സ് ഫോളോ ചെയ്യുക. അതിൻ്റെ 3 മോഡുകൾ നമ്മൾ പറഞ്ഞാണ്. 3 മോഡ്സ് ഓഫ് ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ. ഹോളോസോയിക് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, സാപ്രോഫൈറ്റിക് ഉണ്ട്. സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എവിടെയാണ്? ഫംഗയുടെ കേസിലാണ്. അതേപോലെ സെൽവാൾ ഉണ്ടോ? ഇല്ല, സെൽവാൾ ലാക്ക് ചെയ്യുന്നു. സെൽവാൾ ഇല്ല. സെൽവാൾ എവിടേക്കാണ് പറഞ്ഞത്? ബാക്ടീരിയയ്ക്ക് സെൽവാൾ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ എവിടെയാണ്? പ്ലാന്റേക്ക് സെൽവാൾ ഉണ്ട്, പിന്നെ ഫംഗൈക്ക് സെൽവാൾ ഉണ്ട്. ആനിമലിക്ക് സെൽവാൾ ഉണ്ടോ? ഇല്ല, ദേ ലാക്ക് സെൽവാൾ. പിന്നെ എല്ലാ ആനിമൽസും വരുന്ന ഒരു കിങ്ഡം കൂടെയാണ് എന്ത്? എല്ലാ ആനിമൽസും വരുന്ന കിങ്ഡമാണ് ഈ പറഞ്ഞ കിങ്ഡം അനിമലിയ. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.